ഗുഡ് മോർണിംഗ് ഗായ്സ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെയാണ് എൻ്റെ പണി. രാവിലെ എഡിറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വീട് വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് ഞാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് ഈ ജനൽ തുറന്നു. ഈ കട്ടിൽ എന്തിനാണ് വെളിയിട്ടേക്കെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഈ പാവയ്ക്ക് വെച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന്. ഇത് മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്യാമ്പിന് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ നിന്നാണ് നമ്മളൊരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ 312 ഉണ്ടായിരുന്നു. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാവയ്ക്ക ജ്യൂസ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. രാവിലെ ഇട്ട് കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഷുഗറിൻ്റെ കാര്യം വിചാരിക്കുമ്പോൾ പിന്നെ കുടിക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ജിലേബിയാണ്. അതൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കച്ചിട്ട് നിൽക്കുമ്പോഴാണ് അത് ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളവിടെ ടാറിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ട് ഇവരുടെ കൂടെ വന്നതാണോ എന്നറിയില്ല, 2 കൊക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒന്നിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ടി പോകാത്തതുകൊണ്ട് വണ്ടി ഏറ്റവും താഴെയാണ് കേട്ടോ കൊണ്ടുവച്ചിരുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഒരു ടൈലർ ഷോപ്പുണ്ട്. പിന്നിലെ കലാകാരി ഉണർന്നു എന്നല്ല, തണ്ണിമത്തൻ്റെ തോട് കണ്ടപ്പോൾ ഒരു കിരീടം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മാതാ ശിവഗാമി ദേവി ആണെങ്കിലും ഒരു ബടൻ്റെയൊക്കെ തൊപ്പി പോലെ ഉണ്ട്. ഒന്നും നോക്കിയില്ല, അമ്മയും കൂടെ വിളിച്ചോണ്ട് അമ്മയ്ക്കും കൂടെ വെച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, എൻ്റെ സ്ഥിരം സമയം ഇപ്പോൾ ഇതാണ്. രാത്രി വർക്ക് കഴിഞ്ഞ് കിളി പോയാണ് കേട്ടോ ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നത്. ഇനി ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൊരു തിരുത്തുണ്ട്, രാത്രിയല്ല ഗൈസ്, രാവിലെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.